നമസ്തേ. ഏതൊരു പ്രവൃത്തിക്കും വിപരീതമായ ഒരു ഫലമുണ്ടാകുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. പ്രവൃത്തിയുണ്ടോ അതിൻ്റെ ഫലം സംഭവിച്ചേ തീരൂ. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രധാനമായിട്ട്. ഇപ്പം ഏത് കർമ്മം ചെയ്താലും അത് നന്മ നിറഞ്ഞ കർമ്മങ്ങളായിരുന്നാലും തിന്മ പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളായിരുന്നാലും അതിൻ്റെ ഫലമുണ്ടാകും. അപ്പം അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാത്വികമായ കർമ്മമായിരുന്നാലും രജോ ഗുണപ്രധാനമായ കർമ്മമായിരുന്നാലും തമോ ഗുണപ്രധാനമായിരുന്ന കർമ്മമായിരുന്നാലും അതിനനുസരിച്ചുള്ള റിസൾട്ട് ആ വ്യക്തിയിൽ വന്നു ചേരും. കർമ്മങ്ങൾ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ഹൃദയതലത്തിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ശാരീരികമായ കർമ്മങ്ങളെയാണ് സാധാരണഗതി പ്രവൃത്തിയെന്നും ജോലിയെന്നും ഒക്കെ ആളുകൾ പറയുന്നത്. മനസ്സുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ബുദ്ധി കൊണ്ട് കൂടുതൽ സമയം ചെയ്യേണ്ട ജോലികളുണ്ട്, ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതുമുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായിട്ടുള്ള ഫലങ്ങളുണ്ട്. ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, കൊള്ളാം, നല്ലത്, താങ്കളുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു, അതിന് നമ്മൾ റിവാർഡ് വേണേൽ കൊടുക്കാം, ഒരു പാരിതോഷികം കൊടുക്കാം. അത് ഭൗതികമായ ഒരു സ്ഥൂലമായ ഒരു റിസൾട്ടാണ്. ഞങ്ങൾക്ക് നമ്മളൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് പ്രചോദിപ്പിക്കുവാനുള്ള ആ ഒരു ഊർജം എന്ന് പറയുന്നത് അത് സൂക്ഷ്മമാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ്റെ, ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ ഊർജം വന്നു ചേർന്നത് മുഖത്ത് പ്രതിഫലിക്കും, എന്നാലും അത് സൂക്ഷ്മമാണ്. അപ്പോൾ ഏത് കർമ്മത്തിനും സ്ഥൂലവും സൂക്ഷ്മവും സൂക്ഷ്മതരവുമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ട്. സ്ഥൂലമായ ഫലങ്ങളെ നമുക്ക് കാണാം, സൂക്ഷ്മമായ റിസൾട്ട് നമ്മൾ കാണുന്നില്ല. അത് ആ വ്യക്തിയുടെ അന്ധഃകരണത്തിലാണ് വന്നു ചേരുന്നത്. അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പൈസ പാരിതോഷികമായിട്ട് കൊടുത്താൽ അത് എടുക്കുമ്പോൾ അത് അതിലെ തീർന്നു, അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അതിൻ്റെ ഫലം അവിടെ അവസാനിക്കുകയാണ്. മറിച്ച് സൂക്ഷ്മമായിട്ട് കിട്ടിയ ഊർജത്തിൻ്റെ ഫലം അവിടെ അന്ധഃകരണത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ട് അതവിടെ എത്ര നാൾ വേണമെങ്കിലും, വർഷങ്ങളും ജന്മങ്ങളും ജന്മാന്തരങ്ങളിലൂടെയൊക്കെ അത് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലമുണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയുക. അതിനാണ് നമ്മുടെ ഭാഷയിൽ ഭാരതീയമായ ഒരു വാക്ക് തന്നെ വന്ന കർമ്മഫലം. അപ്പം ആ കർമ്മഫലം ആ കർമ്മം ചെയ്യുന്നയാൾ സ്വീകരിച്ചേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് പ്രധാനമായിട്ട് അയാൾ തന്നെ അനുഭവിക്കേണ്ടത്. അത് അലംഘനീയമാണ്, ശരിച്ച് സൂക്ഷ്മമായിട്ടുള്ള ആ ഫലങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ, അല്ലെ ഒരു ജീവിയുടെ, ജീവജാലത്തിൻ്റെ കർമ്മഗതി വളരെ ഗഹനമാണ്. ഗഹന കർമ്മണോ ഗതി എന്ന് ഗീതാചാര്യൻ പറയും. കർമ്മത്തിൻ്റെ ഗതി വളരെ സൂക്ഷ്മമാണ്, നമുക്കറിയില്ല. അപ്പം ആ കർമ്മത്തിൻ്റെ ഗതിക്കനുസരിച്ചാണ് പിന്നീട് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവവും സ്വരൂപവും ജന്മവും ജന്മാന്തരങ്ങളും ഒക്കെ നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സത്കർമ്മം ചെയ്യണമെന്ന് അനുശാസിക്കപ്പെടുന്നത്. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം, ചീത്ത കർമ്മം ചെയ്താൽ അതനുസരിച്ചു. ഇപ്പോൾ സദ്ഫലങ്ങൾ കിട്ടണമെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്നത് എപ്പോഴോ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമാണ്. അതുപോലെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ എപ്പോഴോ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലവുമാണ്. അപ്പോൾ ഈ കർമ്മഫലം 3 തരത്തിലുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി. ഇങ്ങനെയാണത് കർമ്മഫലത്തിൻ്റെ 3 പേരുകൾ. സഞ്ചിത കർമ്മം,
പ്രാരബ്ധകർമ്മം, ആഗാമി കർമ്മം. ഈ പ്രാരബ്ധകർമ്മം പ്രകർഷേണ വന്നു ചേർന്നത്, ആരബ്ധമായത്, ആരബ്ധം പ്രകർഷേണ വന്നു ചേർന്നതാണ് പ്രാരബ്ധകർമ്മങ്ങൾ. സഞ്ചിതം എന്ന് പറഞ്ഞാൽ കൂടിക്കിടക്കുന്നത്, ആഗാമി വരാൻ പോകുന്ന കർമ്മങ്ങൾ. അതിന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾ ബാങ്കിലെ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. പാസ്ബുക്കിൽ 1,00,000 രൂപ എൻട്രി ചെയ്യപ്പെട്ടു. നമ്മൾ പാസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരിൽ ബാങ്കിൽ 1,00,000 രൂപ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഈ മാസത്തെ ആവശ്യത്തിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു 5,000 രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ബാക്കി 95,000 രൂപ ബാലൻസ് ഉണ്ട്. ഇതേപോലെ കൂടിക്കിടക്കുന്ന കർമ്മഫലങ്ങൾ, നമ്മൾ എപ്പോഴൊക്കെയോ ചെയ്ത കർമ്മങ്ങളുടെ സൂക്ഷ്മമായ ഫലമെല്ലാം കൂടെ നമ്മുടെ അന്ധക്കരണത്തിൽ ഇങ്ങനെ സഞ്ചിതമായിട്ട് കിടക്കുന്നു. കൂടിക്കിടക്കുന്നതിനാണ് സഞ്ചിത കർമ്മങ്ങൾ. അത് നിരവധിയായിരിക്കാം. എത്ര ലെയർ ഉണ്ടെന്നൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അതങ്ങനെ കൂടിക്കിടക്കുകയാണ്. അതാണ് സഞ്ചിത കർമ്മങ്ങൾ. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം പിന്നെ ജന്മാന്തരങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അതിനുവേണ്ടി ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. അതിനനുസരിച്ചാണ് ഈ ജന്മം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുള്ള, വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ കർമ്മത്തിന് പ്രാരബ്ധ കർമ്മം എന്ന് പറയും. നമ്മൾ ആ 1,00,000-ൽ 5,000 രൂപ എടുത്ത് ഈ മാസത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പോലെ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഈ ജീവിതത്തിൽ, നമുക്കിപ്പോൾ വർത്തമാന ജീവിതത്തിൽ, വർത്തമാന ശരീരത്തിൽ നിന്ന് അനുഭവിക്കേണ്ട കർമ്മഫലം പ്രാരബ്ധ കർമ്മഫലം. സഞ്ചിത കർമ്മഫലം അങ്ങനെ കൂടിക്കിടക്കുന്നു. അതിൽ നിന്ന് കുറച്ച് കർമ്മം ഫലമെടുത്ത് ഈ ജന്മത്തിലെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു തീർന്നു. പക്ഷേ പിന്നീടും കിടക്കുകയാണ് കുറേയേറെ കർമ്മഫലങ്ങൾ. അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആഗാമി കർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി, ഈ 3 കർമ്മങ്ങൾ ഓരോ ജീവനെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കർമ്മങ്ങളൊക്കെ ആരൂഢനായ ഒരുവന്, ജ്ഞാനത്തിൽ കയറിയ ഒരുവന്, ജ്ഞാനം കിട്ടിയ ഒരുവനെ ബാധിക്കുന്നില്ല എന്നിവിടെ ഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറയുകയാണ്. അപ്പം ഇങ്ങനെ 4 മഹാവാക്യങ്ങളും ഒക്കെ പാടി നടന്നാൽ അയാളുടെ ജീവിതം സ്വച്ഛവും സുന്ദരവുമായി എന്ന് പറഞ്ഞു. പ്രജ്ഞാനം തോമസ്മി തത്വമസി തദ്ബ്രഹ്മായം ആത്മേതി സംഗായൻ വിപ്രചര പ്രശാന്ത മനസ. അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? പ്രാരബ്ധം കൊനു സഞ്ചിതം തവ കിം ആഗാമി ക്വാ. അപ്പോൾ ഗുരു ഇവിടെ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്ക് ഏത് കർമ്മം ബാധിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ബാധിക്കില്ല. അയാൾക്ക് സഞ്ചിത കർമ്മവുമില്ല, പ്രാരബ്ധ കർമ്മവുമില്ല, ആഗാമി കർമ്മവുമില്ല. സഞ്ചിതം തവ കിം, അയാൾ, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ജ്ഞാനസ്വരൂപിയായിട്ടുള്ള വ്യക്തിക്ക് സഞ്ചിത കർമ്മങ്ങളൊന്നും ബാക്കി നിൽക്കുന്നത് വെച്ചാൽ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രാരബ്ധം കൊനു, പ്രാരബ്ധം എവിടെ, കൊനു എവിടെ, ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അയാൾക്ക് എവിടെ എന്ന് പറഞ്ഞാൽ ഇല്ല. സഞ്ചിതം തവ കിം, അയാൾക്ക് ഏത് സഞ്ചിത കർമ്മം? അയാൾക്ക് സഞ്ചിത കർമ്മമേ ഇല്ല. അങ്ങനെ ഒരു കൂടിക്കിടക്കുന്ന കർമ്മം അയാൾക്കില്ല. ആഗാമി ക്വാ, എവിടെയാണ് അയാൾക്ക് ആഗാമി കർമ്മമുള്ളത്? അതുമില്ല. അങ്ങനെ ഈ 3 തരം കർമ്മഫലങ്ങളും ജ്ഞാനിയെ ബാധിക്കുന്നില്ല എന്ന് താത്പര്യം. പ്രാരബ്ധം കുനു സഞ്ചിതം തവ കിം ആഗാമി ക്വാ, ഇത് 3ഉം ഒരു ജ്ഞാനിക്കില്ല. അതുകൊണ്ട് ഗുരുവിൻ്റെ ജീവിതം നമ്മൾ ഈ തരത്തിൽ കാണണം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത സത്യമെന്തെന്ന് ഗുരു സ്വാനുഭവം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. എനിക്കൊരു കർമ്മഫലവും ബാധിക്കുന്നില്ല കുഞ്ഞെ. നിങ്ങളൊക്കെ വിചാരിക്കുന്നു എനിക്ക് കർമ്മഫലമുണ്ടെന്ന്. പക്ഷെ അതൊന്നും ബാധിക്കുന്നതേ ഇല്ല. ഞാൻ അതിനപ്പുറത്തെത്തിയ ഈശ്വര തത്വമാണ്, ആത്മതത്വമാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരം കർമ്മങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഗുരു സുഖിയായിട്ടും ദുഃഖിയായിട്ടും രോഗിയായിട്ടും സന്തോഷവാനായിട്ടൊക്കെ കാണുന്നു. ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല. അതാണ് ഗുരു അവസാനം പറയുന്നത്. സമാധി സമയത്ത് സമാധിയോട് ചേർന്നുള്ള സമയത്ത് പറയുന്നത്, ഇത് ശരീരമല്ലേ,
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് പ്രാരബ്ധകർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ ശരീരമല്ല ആത്മാവായതുകൊണ്ട് എനിക്ക് ഈ കർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് ഗുരു തൻ്റെ സ്വരൂപം പറയുകയാണ്. അങ്ങനെ പ്രാരബ്ധ കർമ്മങ്ങൾക്കും സഞ്ചിത കർമ്മങ്ങൾക്കും ആഗാമി കർമ്മങ്ങൾക്കും അതീതമായി വർത്തിച്ച ശ്രീനാരായണ മഹാപ്രഭുവിനെ ആ തരത്തിൽ കണ്ടു മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരു ഈ ത്രിവിധ ഭാവങ്ങൾക്കും അപ്പുറത്തെത്തിയ ആളാണ്, ഈശ്വര സ്വരൂപിയാണ്. അതുകൊണ്ട് കർമ്മമൊന്നും ഗുരുവിനെ ബാധിക്കുന്നില്ല, കർമ്മം പോലും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കിയ ഗുരുവിനോട് ചേർന്ന് നിന്ന് ഈ പഞ്ചകത്തിൻ്റെ അന്തരാർത്ഥം നമുക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കാം. നന്ദി.